സഫാൻ വി പി കൂടെ ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. സഫാൻ, ഇന്നിപ്പോൾ ഈ മരണവുമായി ബന്ധപ്പെട്ട് പല കോണുകളിൽ നിന്ന് വലിയ പ്രതിഷേധം ഉയരുന്നുണ്ട്. BLOമാർ പണിമുടക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ന് SIRമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളൊന്നും നടക്കില്ല. അതിനപ്പുറത്തേക്ക് രാഷ്ട്രീയ കേരളം എങ്ങനെ ഈ മരണത്തോട് പ്രതികരിക്കുന്നു? ജിൽസി, ഈ SIRമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ കേരളത്തിൽ ആരംഭിച്ചിട്ട് ഇന്നേക്ക് 13 ദിവസമായി. ആദ്യ ദിവസം മുതൽ തന്നെ സർവീസ് സംഘടനകൾ ഇതിനോട് എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു. ഇതിൻ്റെ ജോലിഭാരവുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇങ്ങനെ ഒരു പ്രവൃത്തി നടക്കുമ്പോൾ ഉണ്ടാകുന്ന അധിക ഭാരത്തെക്കുറിച്ച് സർവീസ് സംഘടനകൾ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. അതിൻ്റെ ഒരു രക്തസാക്ഷിയാണ് ഈ അനീഷ് ജോർജ് എന്നാണ് ഇപ്പോൾ സർവീസ് സംഘടനകൾ പറയുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ജോലി ബഹിഷ്കരിക്കാനാണ് വിവിധ സർവീസ് സംഘടനകളുടെ നേതൃത്വത്തിൽ SIRമായി ബന്ധപ്പെട്ടുള്ള ജോലി ബഹിഷ്കരിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ജില്ലാ വരണാധികാരിയുടെ ഓഫീസുകളിലേക്ക് ജില്ലാ തലത്തിൽ മാർച്ച് നടത്താനും സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്താനും വിവിധ സംഘടനകൾ തീരുമാനിച്ചിട്ടുണ്ട്. ഈ സർവീസ് സംഘടനകൾ പ്രധാനമായും പറയുന്ന ഒരു കാര്യം, 23 വർഷം പഴക്കമുള്ള ഒരു വോട്ടർ പട്ടിക തിരുത്താൻ 1 മാസം കൊണ്ടുള്ള നടപടികൾ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവികമായിട്ടുള്ള വർക്ക് പ്രഷർ തങ്ങൾക്കുണ്ട് എന്ന് നേരത്തെ തന്നെ രേഖാമൂലവും അല്ലാതെയും ഈ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വിളിച്ചു ചേർത്ത യോഗത്തിലൊക്കെ തങ്ങളുടെ വേർഷൻ അനുവദിച്ചിരുന്നെങ്കിലും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒരു നിർബന്ധ ബുദ്ധി ഇതിലുണ്ടായിരുന്നു. അതിൻ്റെ രക്തസാക്ഷിയാണ് ഇപ്പോൾ അനീഷ് ജോർജ് എന്നാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വിളിച്ചു ചേർത്ത യോഗങ്ങളിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളും CPMഉം കോൺഗ്രസും BJP അടക്കം തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന പശ്ചാത്തലത്തിൽ ഇത് മാറ്റിവെക്കണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വെക്കുകയും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ലത്തൻ കേൽക്കർ ഇതിനെ അംഗീകരിക്കുന്ന ഒരു ഘട്ടം വരെ ഉണ്ടായിരുന്നു. എന്നാൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ നടപടിയുമായി മുന്നോട്ട് പോകുന്ന ഒരു അസ്വാഭാവിക ധൃതി കാണിച്ചെന്നുള്ള പരാതി രാഷ്ട്രീയ പാർട്ടികൾക്കും സർവീസ് സംഘടനകൾക്കുമുണ്ട്. ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇന്നലെ ഈ അനീഷ് ജോർജിൻ്റെ മരണം സംഭവിക്കുന്നതും. ഇത് ഉയർത്തിക്കൊണ്ട് ഈ വിഷയത്തിൽ ജോലി സമ്മർദ്ദവുമായി ബന്ധപ്പെട്ടുള്ള കാര്യം ഉയർത്തിക്കൊണ്ട് സർവീസ് സംഘടനകൾ ഒരു പ്രതിഷേധത്തിലേക്ക്, സംസ്ഥാന വ്യാപകമായിട്ടുള്ള പ്രതിഷേധത്തിലേക്ക് കടക്കുന്നത്. ഇന്നലെ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട കണക്ക് പ്രകാരം 94% ജോലി, അതായത് ഈ ഫോം നൽകുന്നതുമായി ബന്ധപ്പെട്ടുള്ള 94% ഫോമുകളും നൽകി കഴിഞ്ഞു എന്നുള്ളൊരു കണക്ക് ഈ അനീഷ് ജോർജിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് ഓഫീസർ വിശദീകരിക്കുന്നു. ഇതിൻ്റെ ഒരു ജോലി സമ്മർദ്ദം ഇല്ല എന്നൊക്കെ വരുത്തി തീർക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലൊരു കണക്ക് പുറത്തുവിട്ടെങ്കിലും ഇത്തരത്തിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ ഇത്തരത്തിലൊരു നടപടി ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായുള്ള ഒരു ജോലി ഭാരം കൂടിയാണ് സർവീസ് സംഘടനകളും ഈ BLOമാരും പറയുന്നത്. ഇന്ന് ഈ നടപടി നടക്കുകയാണെങ്കിൽ 14ാമത്തെ ദിവസമായിരുന്നു. 13ാമത്തെ ദിവസമാണ് ഈ അനീഷ് ജോർജിൻ്റെ ഈ മരണം സംഭവിക്കുന്നതും. ഈ സർവീസ് സംഘടനകൾ ഇപ്പോൾ ഈ വിഷയം ഉയർത്തി സംസ്ഥാന വ്യാപകമായി തന്നെ വലിയൊരു പ്രതിഷേധത്തിലേക്ക് കടക്കുകയും ചെയ്യുന്നത്. ജിൽസി സൈഫുദ്ദീൻ. അനാവശ്യമായ ധൃതി പിടിച്ചുള്ള SIR നടപടിയുടെ രക്തസാക്ഷിയാണോ അനീഷ് എന്ന് നമ്മൾ ചോദിക്കുകയാണ്. പക്ഷെ ഒരു തരത്തിൽ പോലും നമുക്കൊരു ആത്മഹത്യ ഗ്ലോറിഫൈ ചെയ്യാൻ പറ്റില്ല. പല തരത്തിലുള്ള മാർഗങ്ങൾ ഉണ്ടാവണം അത് മറികടക്കാൻ എന്നുള്ളത്. ഒരുപക്ഷെ ഈ ഒരു പ്രശ്നം അഡ്രസ്സ് ചെയ്യുമ്പോൾ തന്നെ മറ്റൊരു പ്രശ്നമാണ് ഈ ആത്മഹത്യ എന്നുള്ളത്. അതിനെ ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്ത അമിതഭാരമുണ്ട്, വലിയ മാനസിക സമ്മർദ്ദമുണ്ട്, വലിയ സംഘർഷത്തിലൂടെ ഈ BLOമാർ കടന്നു പോകുന്നുണ്ട്. പക്ഷെ എല്ലാവർക്കും നമ്മുടെ നാട്ടിലൊക്കെ ഈ രീതിയിൽ ആളുകൾ അനുഭവിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിലൊക്കെ ആളുകൾ പരമാവധി ഇതിനെ സഹിക്കും, സഫർ ചെയ്യും. പക്ഷെ ചില ആളുകൾക്ക് അത് കഴിയും എന്നില്ല. അപ്പോഴും ജിൽസി പറഞ്ഞത് ഞാൻ ഏറ്റുപറയുന്നു, ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. ആത്മഹത്യ ഒരു സ്വാർത്ഥതയാണ്, അല്ലേ? അതൊരു സ്വാർത്ഥതയാണ്. നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ഞൊടിയിടയിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാനുള്ളത് മാത്രമാണ്. നമ്മൾ നമുക്ക് വേണ്ടി മാത്രം ജീവിക്കേണ്ടവരല്ല. 2 ചെറിയ കുട്ടികളുണ്ട് അനീഷിന്. ആലോചിക്കേണ്ടതായിരുന്നു എന്നാണ്. ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ.